ഹായ് നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ന്യൂസാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്. അത് സത്യസന്ധമായ ന്യൂസാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി ഉണ്ടാവേണ്ടതാണ്. പ്രതിയാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ന്യൂസിൽ പലതും ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു, ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു എന്നുള്ള ന്യൂസാണ് ഞാൻ കണ്ടിരിക്കുന്നതിൽ പലതും. ഒന്നിൽ കൂടുതൽ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് പീഡനമാവുന്നത്? പീഡനം എന്ന് വെച്ചാൽ എന്താ? ഈ വ്യക്തിയുടെ സമ്മതമില്ലാതെ ബലപ്രയോഗത്തിലൂടെയോ അല്ലാതെയോ ലൈംഗികമായി ചൂഷണം ചെയ്യുക, അതാണല്ലോ പീഡനം. ഇത് പലതവണ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി രണ്ടുപേര് സഹകരിച്ച് ബന്ധപ്പെട്ട്, അതും ഒന്നല്ല പലതവണ, എന്നിട്ട് എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചയോ എന്തെങ്കിലും അവർ തമ്മിൽ വഴക്കോ വരുമ്പോൾ ഒരാൾ മാത്രം കുറ്റക്കാരനാവുന്നു. അപ്പോൾ അവൻ്റെ പേരിൽ കേസും കൊടുത്ത് അവൻ്റെ കയ്യിലുള്ള ഇത് കിട്ടാവുന്ന മുഴുവൻ മേടിച്ചെടുത്ത് അവനെയും മൂഞ്ചിച്ച് അവനെ ജയിലിലാക്കി ഇവരെന്ത് ചെയ്യും? അടുത്ത ആളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കും. ഇതിൻ്റെ പേരാണോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്? അപ്പോൾ ഇതിൽ റിയലായിട്ട് പെട്ടുപോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാവും. പക്ഷെ അത് അവരുടെ വാക്കുകൾ കൂടി വിലയില്ലാതായി പോവുകയാണ്. അപ്പോൾ നിയമം എവിടെയാണോ പ്രിയോറിറ്റി മുൻഗണന കൊടുക്കുന്നത് അത് ചൂഷണം ചെയ്യപ്പെടുക. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അടിയിൽ കൊടുക്കാം, അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.